ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശക്ക് ഉണ്ടാക്കുന്ന അതിൻ്റെ മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്നത് പച്ചരി ഒരു നായും അരനായി പിന്നെ ഉഴുന്നാണ്. നമ്മൾ തലേ ദിവസം രാവിലെ ഞാൻ പുതിർത്തി വൈകുന്നേരം അരച്ച് പിറ്റേന്ന് രാവിലെ ചുട്ടതാണ്. ഒരു നായി എന്ന് പറഞ്ഞാൽ 500 ഗ്രാം അരിക്ക് 250 ഉഴുന്ന്. അങ്ങനെ ഞാൻ രാവിലെ പുതിർത്തി വൈകുന്നേരം അരച്ച് പിറ്റേന്ന് രാവിലെ ചുട്ടതാണ്. വൈകുന്നേരം ഞാൻ അരക്കാൻ പോകുന്നതാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഞാൻ ഉഴുന്ന് അരച്ചിട്ട് വെച്ച് നല്ലോണം മഷി പോലെ അരിയണം. അതിന് ശേഷം നമുക്ക് പച്ചരി, അങ്ങനെ നമ്മളെ പച്ചരിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ദോശൻ്റെ മാവ് പോലെ ഒക്കെ അരച്ചിട്ടെടുക്കുക. അങ്ങനെ നമ്മൾ മൂടി വെച്ച് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ചുടാൻ എടുക്കുന്നത്. അതിന് വേണ്ടുന്ന മസാലകളാണ് ഉരുളക്കിഴങ്ങ്, 4 ഉരുളക്കിഴങ്ങും, ഒരു ബീട്രൂട്ടും, ഒരു ഉള്ളിയും, 2-3 പച്ചമുളകും, പിന്നെ നമ്മളെ കറിവേപ്പിലയും, പിന്നെ പാകത്തിനുള്ള ഉപ്പും, കുറച്ച് വെള്ളം കൂടിയിട്ടിട്ട് നമുക്ക് 4 പിസിൽ വരെ നേരെ നമുക്ക് കുക്കറിൽ വേവിച്ചിട്ടെടുക്കാം. നമ്മളെ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും അങ്ങനെ പിസിലെല്ലാം പോയതിന് ശേഷം നമ്മളെ ഈ ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്ത് ഇതാക്കിയിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം ഇതാക്കി വെക്കണം. നല്ലോണം ഇളക്കണം. ഈ ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് ഇതായിട്ട് അങ്ങനെ നമ്മളെ മസാല റെഡി ആയിട്ട് അതിന് നമുക്ക് കടുക്, ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കടുക് ഇട്ടിക്കണം. പിന്നെ നമ്മളത് കടുക് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതിലിട്ട് അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ മസാല റെഡിയായി. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക. നമ്മളെ തട്ടുകടയിലുള്ള മസാല ദോശ, നമ്മളെ ഹോട്ടലിൽ നിന്ന് തിന്നുള്ള അടിപൊളി ദോശ. അങ്ങനെ നമ്മളെ ദോശൻ്റെ മാവെല്ലാം റെഡിയാക്കി പിറ്റേന്ന് രാവിലെ ആണ് ചുടുന്നത്. തലേ ദിവസം അരച്ച് വെച്ചാണ്. അങ്ങനെ നമ്മൾ ഓടെല്ലാം നല്ലോണം ചൂടായി നമ്മളെ കുച്ചുകൊണ്ട് നല്ലോണം ഉരക്കുന്നതാണ്, ചേരി കുച്ചുകൊണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്ന് പാർന്ന് മസാല വെച്ചിട്ട് ഉണ്ടാക്കുക. അടിപൊളി ടേസ്റ്റുള്ള മസാല ദോശ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നമ്മളെ മസാല ദോശ നല്ലോണം ആറിയതിൻ്റെ ശേഷം, ദോശ വാർന്നതിൻ്റെ ശേഷം നമ്മൾ ആറിയതിൻ്റെ ശേഷം നമുക്ക് മസാല ഇടാം. അടിപൊളി ടേസ്റ്റില്ല. നമ്മൾ ഈസ്റ്റോ മറ്റോ ഒന്നും ഇട്ടിക്കില്ല. നമ്മൾ തലേ ദിവസം ഉഴുന്നും പച്ചരി മാത്രം അരച്ചിട്ട് വെച്ചതാ. പിറ്റേന്ന് രാവിലെ നമ്മൾ ചുട്ട് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് അടിപൊളി ടേസ്റ്റുള്ള മസാല ദോശ റെഡിയായി. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള, നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും ദോശൻ്റെ മേലിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളെ മസാലയും ദോശയും എല്ലാം റെഡിയായി. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരത്തെ ചായക്കടിക്ക് എപ്പം വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് തിന്ന അടിപൊളി ടേസ്റ്റുള്ള മസാല ദോശ. ബായ്.